ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് തന്നെ ചെറുപ്പക്കാരൻ്റെ അപ്ഡേഷൻ വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ വാഴാപ്പുഴ കൂനമാവ് റൂട്ടുള്ളത്. അപ്പം നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് NH-26 അപ്ഡേഷൻ കാണാൻ വന്നേക്കുവാണ്. നമ്മൾ വാഴാപ്പുഴ ടു കൂനമാവാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളത് കുന്നുംപുറത്താണ്. ആക്ച്വലി ഇതിനെപ്പറ്റി നമ്മൾ പ്രീവിയസ് എപ്പിസോഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ് തന്നെ പുതിയ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇവിടുത്തെ പൊടി ശല്യം ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര പൊടി ശല്യമാണ്. അതുപോലെ റോഡ് കണ്ടീഷനും വളരെ മോശമാണ്. എന്തായാലും NH-26 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇത് പൊളിക്കുമായിരിക്കാം. അങ്ങനെ നമ്മളിതാ ചേരനല്ലൂർ സിഗ്നൽ ഭാഗത്തെത്തി, നമ്മുടെ കുന്നുംപുറം സിഗ്നൽ ഭാഗത്തെത്തി. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട്. എന്തായാലും ഇത്രയും വേണ്ടത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കും. ആക്ച്വലി ഇവിടുത്തെ വർക്ക് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇത് നേരത്തെ ചെയ്തതുകൊണ്ട് നമ്മളപ്പോൾ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാണ്. അപ്പം നമ്മളിപ്പോൾ ചേരനല്ലൂർ സിഗ്നൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട്. ആക്ച്വലി ഇവിടെയും ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് പില്ലേഴ്സൊക്കെ ആയിട്ടുമുണ്ട്. ലെഫ്റ്റ് സൈഡിലൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് പ്രീവിയസ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട്. അപ്പം നമ്മളിതാ ചേരനല്ലൂർ സിഗ്നൽ ഭാഗത്തെത്തി. അങ്ങനെ ഇവിടുത്തെ വർക്ക് ഇത്തിരി സ്പീഡാണ്. ആക്ച്വലി ഇതാണെന്നാണ് ഇത്തിരി സ്പീഡിൽ പില്ലർ കംപ്ലീറ്റ് ആയത്. എന്തായാലും ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഇനി ബ്രേക്കൊന്നും വരാതെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പാത തുറക്കുവാണെങ്കിൽ പൊളിക്കുമായിരിക്കും. അങ്ങനെ നമ്മളിതാ ചേരനല്ലൂർ സിഗ്നലിന് അപ്പുറം കടന്ന് നേരെ ഇനി പോകാൻ പോണത് കൂനമാവ് വാഴാപ്പുഴ ഭാഗത്തേക്കാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ വർഷം കാണണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മളുടെ NH-26 വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പണ്ടത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ സെയിം സ്പോട്ടിലെ പഴയ കാഴ്ച കാണാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് വാഴാപ്പുഴ പാലത്തോട്ട് കയറാൻ പോവുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇനി റോഡ് വന്നപ്പോഴത്തേക്കും ഈ കാഴ്ച ഇനി ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നമ്മളുടെ പഴയ ഓർമ്മക്കും പിന്നെ പുതിയ അപ്ഡേഷൻ കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് വാഴാപ്പുഴ പാലത്തെത്തി. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒത്തിരി പില്ലർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് പുതിയതായിട്ട് വരാൻ പോകുന്ന വാഴാപ്പുഴ പാലമാണ് NH-26 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പാലം പൊളിക്കൂലെന്ന് അറിയത്തില്ല, കാരണം NH-26 ആറുവരി പാത ആയതുകൊണ്ട് ഇപ്പോൾ ഉള്ള പാലം നോർമൽ പാലമല്ലേ. അതുകൊണ്ട് സ്പീഡിൽ പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നോക്കിയും കണ്ടും പോകണം. എന്തായാലും ആ പാലം നല്ല പടപ്പം സ്പീഡിൽ പില്ലറായിട്ടുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണ പാലം ഏകദേശം 15 കൊല്ലത്തെടുത്തോളം കംപ്ലീറ്റ് ആകാനായിട്ട്. മറ്റേ പാലം മിക്കവാറും ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു, കണ്ടറിയാം. അപ്പം നമ്മൾ ഈ കാണുന്ന പെരിയാർ നദിയാണ്, വാഴാപ്പുഴയാണ് ആ കാണുന്ന ഗ്രാമം. കടമക്കുടിയൊക്കെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അടിപൊളി. അപ്പോൾ നമ്മളിതാ ഈ ഭാഗത്തൊക്കെ വെള്ളപ്പൊക്കം വന്ന സമയത്ത് വേറെ ലെവലാണ്. അതിനെപ്പറ്റി വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിതാ അപ്പുറത്തെ നമ്മുടെ വാഴാപ്പുഴ കഴിഞ്ഞ് അപ്പുറം എത്തി പാലത്തിൻ്റെ. ഇവിടെയും വർക്ക് നടക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും അടിപൊളി. ഇതൊന്നും സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചില ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നു, പക്ഷെ ചില ഭാഗത്തൊന്നും ആയിട്ടുമില്ല. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലം ഇറങ്ങിയത് മണ്ണന്തൂരത്ത് എന്ന പ്ലേസിലെത്തി. ആക്ച്വലി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടായതായിരുന്നു, കംപ്ലീറ്റ്ലി പോയി. എന്തായാലും ആ ബിൽഡിങ്സ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഴയ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോ കൂടെ ഒന്ന് കാണണം എന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു ദ്വീപാണ്, മണ്ണന്തൂരത്ത് എന്ന ദ്വീപാണ്. ചുറ്റും പുഴയാണ്, അടിപൊളി സ്പോട്ടാണ്. എന്തായാലും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒത്തിരി ബിൽഡിങ്സാണ് കംപ്ലീറ്റ്ലി പൊളിച്ച് മാറ്റിയത്. എന്തായാലും പഴയ വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ മണ്ണന്തൂരത്ത് കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അടിപൊളി സ്പോട്ടാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഒത്തിരി 2 നില 3 നില ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് കംപ്ലീറ്റ്ലി പോയി. എന്തായാലും NH-26 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഭാഗത്തുള്ളവർക്ക് നല്ല അടിപൊളി വികസനമായിരിക്കും. അങ്ങനെ നമ്മളിതാ തിരുമുപ്പം ഭാഗത്ത് എത്താറായിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ് സൈഡിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഡൗട്ട്, ഇവിടെ എന്തിനാണ് ഫ്ലൈ ഓവറിൻ്റെ ആവശ്യം വന്നത്, കാരണം ഇതൊരു ജംഗ്ഷൻ പോലും അല്ല. ഇനി പാലം പണിയുമ്പോൾ കണ്ടറിയാം എങ്ങനെയാകുമെന്നുള്ളത്. അപ്പോൾ നമ്മളിതാ തിരുമുപ്പം ഭാഗത്താണ്. നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് പണ്ടത്തെ പോകുമ്പോഴത്തേക്കും. എന്തായാലും നിങ്ങൾ ആ പഴയ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കാണുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാകത്തില്ല. ശരിക്കും നല്ല രീതിയിൽ മാറ്റം വന്ന് ഈ റൈറ്റ് സൈഡിലൊക്കെ ഒത്തിരി വീടുകൾ ഉണ്ടാകുന്നത് അത് കംപ്ലീറ്റ്ലി പോയി. അങ്ങനെ നമ്മളിതാ കൂനമാവ് ഭാഗത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് ശരിക്കും മാറിപ്പോയത്.
എന്ന് കണ്ട ചില ഭാഗത്തൊക്കെ വർക്കായിട്ടുണ്ട്, ചില ഭാഗത്ത് ടാറിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ടാറിങ്ങിൻ്റെ കാഴ്ച കാണാം. കണ്ട ഈ ലെഫ്റ്റ് സൈഡോട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള മെറ്റലും ഒക്കെ ചെയ്തേക്കുന്നത്. കണ്ട ചെറിയ രീതിയിലുള്ള ടാറിങ്ങും ചെയ്തിട്ടുണ്ട്. ടാറിങ് ആണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതൊന്ന് റാപ്പിഡ് സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആകണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം കൊതിയാകുന്ന ഇതിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ പിന്നെ ബൈക്കാരും ഓട്ടോക്കാരും ഇതിലൂടെ പെർമിറ്റ് ആകുമെന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ നമ്മളിത് കൂനമ്മാവ് ജംഗ്ഷനിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഒത്തിരി ബിൽഡിങ്സൊക്കെ കടകളൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അതെല്ലാം പോയി. ഒരു പണ്ടത്തെ കാഴ്ച വെച്ചുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഇവിടെ. അങ്ങനെ നമ്മളിത് നേരെ പോയി കൂനമ്മാവാണ് ഈ കാണുന്ന ഏരിയയൊക്കെ. ആക്ച്വലി ഈ റോഡും ആ റോഡ് ഒന്നിക്കുമെന്നുള്ളവർ മനസ്സിലാവുന്നില്ല. ചില ഭാഗത്ത് ഫ്ലൈ ഓവറിന് വേണ്ടിയുള്ള നമ്മുടെ പില്ലേഴ്സ് കാണുന്നുണ്ട്. കണ്ട അങ്ങനെ നമ്മളിത് കൂനമ്മാവ് ജംഗ്ഷനിലെത്തി. ഇതാ നോക്കിയേ ഫ്ലൈ ഓവറിന് കണ്ട. അത് എനിക്കൊന്ന് സ്കൂളിലേക്ക് അടികൂടിയേക്കും പോകാൻ ചാൻസ് വന്നത്. അപ്പം നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ പോകുന്ന മിക്കവാറും സർവീസ് വിടാൻ ചാൻസ് ഉണ്ട്, കണ്ടറിയാം. അങ്ങനെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂനമ്മാവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒത്തിരി ബിൽഡിങ്സാണ് ഇപ്പോൾ ഇല്ലാതെയായത്. കണ്ട ഇപ്പം നമ്മൾ പഴയ റോഡിലേക്ക് തന്നെ കയറി. അവിടെ ടാറിങ് ആരംഭിച്ചേക്കണ്ട ചില ഭാഗത്തൊക്കെ. അടിപൊളിയല്ലേ നോക്കി. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് NH-66 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇത് ഷൂട്ട് ചെയ്തിട്ട് മാക്സിമം 1 day ആയിട്ടുള്ളൂ. പഴയ വീഡിയോ അല്ല, പുതിയ ലേറ്റസ്റ്റ് വീഡിയോ തന്നെയാണ്. കണ്ട ഈ റോഡിന് അതിൻ്റെ ഒപ്പം ഒന്നിക്കുമെന്ന് തോന്നുന്നു. ഒരു ഐഡിയയും കിട്ടണില്ല എങ്ങനെയാണ് പോകണമെന്നുള്ളത്. ആക്ച്വലി ഈ റോഡ് ഒന്നിച്ചിറങ്ങി ബൈക്കാർക്കും കാറൊക്കെ ഇതിൽ പോകാൻ പറ്റുമോ എന്ന് കണ്ടറിയാം. ആക്ച്വലി എന്തും സഹിക്കുക, ഈ പൊടിയും ചെളിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് അപേക്ഷിക്കണം. കാരണം വേറെ ഒന്നുമല്ല, ഈ പൊടി നിന്നുകൊണ്ട് ആസ്മ പേഷ്യൻ്റ് ആകാൻ ചാൻസ് കൂടുതലാണ്. നല്ല പൊടി എന്ന് പറഞ്ഞാൽ നല്ല പൊടി. ആ നേരത്തെ ഇപ്പോൾ മഴ സമയത്താണെങ്കിൽ ചെളിയും ഉണ്ടാവും. രണ്ടും ഉപദ്രവം തന്നെയാണ്. അങ്ങനെ നമ്മളിത് വെള്ളുവള്ളി ആ ഭാഗത്തോട്ടൊക്കെ വള്ളുവള്ളി ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ആക്ച്വലി റൈറ്റ് സൈഡിലൊക്കെ ഒത്തിരി കടകളുണ്ടായിരുന്നതാണ്, കംപ്ലീറ്റ്ലി പോയി. കാരണം ഇവിടെ എന്തിനാണ് ഫ്ലൈ ഓവർ എന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കണ്ടു നോക്കി ജംഗ്ഷനൊക്കെ വിൽക്കുന്നവന്മാർ സ്കിപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന റോഡിൻ്റെ സർവീസ് റോഡാകുമോ എന്നുള്ളത് കണ്ടറിയാം. നോക്കിയേ ഒരു ഐഡിയയും കിട്ടുന്നില്ല. മിക്കവാറും നമ്മൾ ഈ പോകുന്ന റോഡ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി മറ്റേ റോഡായിട്ട് ജോയിൻ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വ്യത്യാസം. ഇവിടെയൊക്കെ ഒത്തിരി മഴങ്ങളൊക്കെ കംപ്ലീറ്റ്ലി പോയത്. എന്തായാലും നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. കണ്ട ഇവിടെ ഫ്ലൈ ഓവറാണെന്ന് തോന്നുന്നു. ഫ്ലൈ ഓവറിനുള്ള സംഭവമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മളിത് വള്ളുവള്ളി ഭാഗത്തോടെ കൊണ്ടൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ പറവൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. എന്തായാലും അടിപൊളിയുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴയ റോഡ്, പണ്ടത്തെ ഓർമ്മ. ചില ഭാഗത്തോട്ടൊക്കെയാണ് മാറണം. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.